ഓഹരി വിപണിയുടെ വിലയിരുത്തലാണ്. വിപണി വിലയിരുത്തലിനായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഇന്നത്തെ വിപണി സാധ്യതകൾ ഏത് രീതിയിലാണ്? വലിയൊരു നഷ്ടത്തിൻ്റെ ആഴ്ചയായിരുന്നു കടന്നുപോയത്. മിക്കവാറും എല്ലാ മേഖലകളിലും എല്ലാ ഓഹരികളിലും നഷ്ടമായിരുന്നു. ആഗോള സാഹചര്യങ്ങളും അത്ര തൃപ്തികരമായിരുന്നില്ല. മാത്രമല്ല, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും പല ദിവസങ്ങളിലും വിപണിയിൽ വിൽപ്പനയിലായിരുന്നു. ഒട്ടുമിക്ക ദിവസങ്ങളിലും വിൽപ്പനയിലായിരുന്നു വേണമെങ്കിൽ പറയാം. എല്ലാ സാങ്കേതിക നിലവാരങ്ങളും ഭേദിച്ചുകൊണ്ടുള്ള ഒരു വീഴ്ചയായിരുന്നു വിപണിയിൽ ഉണ്ടായിരുന്നത്. മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് 23,800 എന്നുള്ള ഒരു നിലവാരത്തിലായിരുന്നു പ്രധാനമായിട്ടും ഒരു അടിസ്ഥാന നിലവാരമായി കണക്കാക്കിയിരുന്നത്. ആ നിലവാരത്തിനും താഴെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. ഇത് വരും ദിവസങ്ങളിലും വിപണിയിൽ വിൽപ്പന കൂട്ടിയേക്കും എന്നുള്ള ഒരു ആശങ്കയുണ്ട്. എങ്കിൽ കൂടിയും ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ ഒരു വീഴ്ച പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനിയുള്ള ഓരോ താഴ്ചയിലും പ്രധാനമായും മുൻനിര ഓഹരികളിൽ നിക്ഷേപിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഒരു വീഴ്ച പ്രയോജനപ്പെടുത്താം. ആ രീതിയിലൊരു ഘട്ടം ഘട്ടമായ ഒരു നിക്ഷേപം ക്രമീകരിക്കുക വഴി വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാവുന്ന വിപണിയിലെ മുന്നേറ്റത്തിൽ അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ വിപണിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന മുന്നേറ്റത്തിൽ ഒരു ഭാഗമാക്കാവുന്നതുമാണ്. എന്തായാലും അടുത്ത ആഴ്ചയിലും സമാനമായ രീതിയിലുള്ള ഒരു കയറ്റിറക്കങ്ങൾ തുടരും. പ്രത്യേകിച്ചും മുൻനിര ഓഹരികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും വിൽപ്പന തുടരുക. ആ ഒരു വിൽപ്പനയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓഹരികൾ വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ നിക്ഷേപിച്ചുകൊണ്ട് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കയറ്റിറക്കങ്ങൾ എന്തായാലും അടുത്ത ആഴ്ചയിൽ വിപണിയിൽ തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ദിലീപ്.